മക്കൾസ്, നമ്മൾ ആകാശത്ത് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ലൈവിൽ പറയുന്നത്, ഈ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടാകും സൂര്യഗ്രഹണം അല്ലേ? സോ അതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ എക്സാമിന് നിരന്തരം ചോദിക്കാറുണ്ട്. അതിൻ്റെ കൺസെപ്റ്റുകൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നവരാണ്. കാരണം എന്താണ്, ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം രണ്ടും തമ്മിൽ ചെറിയ മാറ്റമേ ഉള്ളൂ. സോ മക്കൾക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ സാർ എന്ത് ചെയ്യാൻ പോകുന്നു, സൂര്യഗ്രഹണം വ്യക്തമായിട്ട് കാണിച്ചു തരാൻ പോകാം. അപ്പോൾ എൻ്റെ മക്കൾ ആദ്യം ചെയ്യേണ്ടത് ഈ സാധനം കാണുന്നതാണ്. എന്താണ്, സൂര്യൻ ഇവിടെ ഉണ്ട് മക്കളെ. നമ്മൾ പറയാൻ പോകുന്നത് സൂര്യഗ്രഹണത്തെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കറക്റ്റ് നിരീക്ഷിക്കണം, സാറ് പറയുന്നതും കൂടി മക്കൾ കേൾക്കുക. ഓക്കെ, അപ്പോൾ സൂര്യൻ നിന്ന് എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശം ഇങ്ങോട്ട് വരുന്നു. ഇടയിൽ ആരുണ്ട്, ചന്ദ്രനുണ്ട്. തൊട്ടപ്പുറത്ത് ആര് നിൽക്കുന്നു, ഭൂമി നിൽക്കുന്നു. നമ്മൾ മനുഷ്യന്മാർ ജീവിക്കുന്നത് എവിടെയാണ്? യെസ്, നമ്മുടെ ഭൂമിയിലാണ്. സോ ഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശം ഇങ്ങനെ ഡയറക്റ്റ് വന്നുകൊണ്ടിരുന്നതാണ് അല്ലേ? പക്ഷെ അതിനിടയ്ക്ക് ആര് വന്നു, ഈ ചങ്ങായി കയറി വന്നു. ആര് വന്നു, നമ്മുടെ ചന്ദ്രൻ കയറി വന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സൂര്യൻ, പിന്നെ ചന്ദ്രൻ, പിന്നെ ഭൂമി അല്ലേ, സണ്ണ്, മൂണ്, എർത്ത്, ഈ ഒരു ഓർഡറിലാണ് എന്ത് ചെയ്യുക മക്കളെ, സൂര്യഗ്രഹണം സംഭവിക്കുക. ഓക്കെ, ഇവർ മൂന്ന് പേരും ഒരേ ലൈനിൽ അലൈൻ ചെയ്യുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുക. മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഇവിടെ ചന്ദ്രൻ ഇല്ല എന്ന് മക്കൾ വിചാരിക്കുക അല്ലേ. അങ്ങനെയാണെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം ഭൂമിയിൽ എല്ലായിടത്തും വന്ന് പതിക്കൂലേ? ഉറപ്പല്ലേ, വന്ന് പതിക്കും. റെഡിയാണ്. പക്ഷേ നമുക്ക് ഇവിടെ നോക്കണം, ഇവിടെ ആരുണ്ട്, ചന്ദ്രൻ ഇടയിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, പ്രകാശം എത്തുന്നില്ല. കണ്ടോ, ഈ ഭാഗത്തുള്ളവർക്ക് ഇരുട്ടായിരിക്കും. അതായത് സൂര്യനുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പകലാണ്, അവർക്ക് പകലാണെന്ന് അറിയാം അല്ലേ. പക്ഷേ ഇങ്ങനെ സൂര്യഗ്രഹണം സംഭവിക്കുന്ന ആ മൊമെൻറ്റിൽ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റൊക്കെയാണ് സൂര്യഗ്രഹണം സംഭവിക്കുക. അപ്പോൾ അവർ പകല് പെട്ടെന്ന് ഇരുട്ടങ്ങാട്ടാവും, അഥവാ പെട്ടെന്ന് അങ്ങോട്ട് നിറം മങ്ങും, അങ്ങനെ സൂര്യനെ കാണാതെയാവും. അങ്ങനെയാണ് സൂര്യപ്രകാശം ഉണ്ടാവുക. അതായത് സൂര്യനുണ്ട്. ഇപ്പോൾ ഒരു 11 മണി, നമുക്കറിയാം 11 മണി എന്ന് പറയുമ്പോൾ രാവിലെ സൂര്യൻ ഉദിച്ച് വന്ന് ഒരു 11 മണിയായപ്പോൾ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് സൂര്യനെ കാണാനേ ഇല്ല. മെല്ലെ സൂര്യപ്രകാശം മങ്ങി ആകെ മൊത്തം ഇരുട്ടാവും. ഭയങ്കരമായിട്ട് രാത്രി പോലെ ഇരുട്ടാവില്ല, എന്നാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എവിടെയാണോ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് അവിടെയുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഇത് അനുഭവപ്പെടുക. എടാ ഞാൻ ചോദിക്കട്ടെ, ഈ ഭാഗത്തൊരാൾ നിൽക്കുന്നുണ്ട്, അയാൾക്ക് സൂര്യഗ്രഹണം അനുഭവപ്പെടുമോ? ഇല്ല. ഈ ഭാഗത്താണ് നിൽക്കുന്നുണ്ട്, അയാൾക്ക് സൂര്യഗ്രഹണം അനുഭവപ്പെടുമോ? ഇല്ല. കാരണം എന്താണ്, അയാൾക്ക് നോർമലായിട്ട് എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശം വന്ന് പതിക്കുന്നുണ്ട് ഇവിടേക്ക്. അതുകൊണ്ട് അയാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, സൂര്യഗ്രഹണത്തെക്കുറിച്ച് അറിയാൻ പോലും പറ്റില്ല. പക്ഷേ ഇത് അനുഭവപ്പെടുക ആർക്കാന്ന് അറിയോ? ഇതാ ഇവിടെയുള്ള ആളുകൾക്കാണ് അനുഭവപ്പെടുക. ഈ ഒരു ഭാഗത്തുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, സൂര്യഗ്രഹണം അനുഭവപ്പെടും. കാരണം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് വരേണ്ടതായിരുന്നു, കിട്ടേണ്ടതായിരുന്നു, പകലാണ് അവർക്ക് അനുഭവപ്പെടേണ്ടത്. പക്ഷേ അവർക്ക് ശരിക്കും ഇപ്പം എന്ത് കിട്ടും, ഇരുട്ടായിട്ട് ഫീൽ ചെയ്യും. കാരണം ഇവിടെ ചന്ദ്രൻ വന്നു, സൂര്യൻ്റെയും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വന്നു. ചന്ദ്രൻ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് വരേണ്ട ലൈറ്റിനെ തടഞ്ഞു നിർത്തിയിട്ട് ചന്ദ്രൻ്റെ നിഴലായിരിക്കും എന്ത് കിട്ടുക, അവിടെയുള്ള ആളുകൾക്ക് കിട്ടുക. സോ അവിടെ രാത്രി ആയിരിക്കും. അപ്പോൾ അവിടെയുള്ള ആളുകൾ, സൂര്യഗ്രഹണം അനുഭവപ്പെടുന്ന ആളുകൾ ശരിക്കും നിൽക്കുന്നത് ഇപ്പോൾ എവിടെയാണെന്നറിയോ, ചന്ദ്രൻ്റെ നിഴലിലായിരിക്കും അവർ നിൽക്കുന്നുണ്ടാവുക. ക്ലിയർ ആയോ, മനസ്സിലായോ? സോ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഓക്കെ അല്ലേ? ഈ സമയം ചന്ദ്രൻ്റെ നിഴൽ എവിടെ വീഴുന്നു, ഭൂമിയിൽ വീഴുന്നു. ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് മക്കളെ, അവിടെയുള്ള ആളുകൾക്ക് മാത്രം എന്ത്, ചന്ദ്രൻ്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കുകയില്ല. അതായത് നല്ല പകല് പോലെ ഭയങ്കരമായ വെളിച്ചം ഉണ്ടാവുകയില്ല. ഓക്കെ, ഇതാണ് സൂര്യഗ്രഹണം. ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുക. ഓക്കെ, സോളാർ എക്ലിപ്സ് ഈസ് വിസിബിൾ only to those in the lunar shadow. മക്കളെ മനസ്സിലായോ, ക്ലിയർ ആയോ? ഇനി സൂര്യഗ്രഹണം നമ്മൾ എന്ത് ചെയ്യരുത്, നേരിട്ട് ഡയറക്റ്റായിട്ട് കാണാൻ പാടില്ല. ഒന്നുകിൽ സോളാർ ഫിൽറ്റർ സ്പെക്റ്റ് വെച്ച് നോക്കണം, അല്ലെങ്കിൽ നമുക്ക് പിൻ ഹോൾ പ്രൊജക്ടർ വെച്ച് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പ്രൊജക്ഷൻ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സൂര്യഗ്രഹണം നമ്മൾ നിരീക്ഷിക്കേണ്ടതും നമ്മൾ കാണേണ്ടതും. അപ്പോൾ മനസ്സിലായില്ലേ, സൂര്യഗ്രഹണത്തിൻ്റെ കണ്ടീഷൻസ് മക്കൾക്ക് ഓക്കെ ആയോ, റെഡി ആയോ? ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം, ഇത് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. അല്ലാതെ എന്ത് ചെയ്യരുത്, അങ്ങോട്ട് കാണാതെ പഠിക്കാൻ നോക്കിയാൽ എന്താ പ്രശ്നം അറിയോ, നമുക്ക് ഒന്നും മനസ്സിലാവാതെ പോകും. ഓക്കെ, കൺഫ്യൂഷൻസ് വരും. എക്സാമിന് ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത്, എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ അറിയില്ല. അപ്പോൾ സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ സൂര്യൻ്റെയും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുന്നു അല്ലേ. ഇനി ഭൂമിയിലുള്ളവർക്ക് എല്ലാവർക്കും ഒരേ സമയം സൂര്യഗ്രഹണം അനുഭവപ്പെടുമോ? ഇല്ലടാ, ഇല്ല.
എന്താ കാരണം? ചന്ദ്രൻ്റെ നിഴൽ വന്ന് വീഴുന്ന ഭാഗത്തുള്ളവർക്ക് മാത്രമായിരിക്കും എന്ത് അനുഭവപ്പെടുക? സൂര്യഗ്രഹണത്തെ കാണാൻ പറ്റുക, സൂര്യഗ്രഹണം അനുഭവപ്പെടുക. അഥവാ നല്ല പ്രകാശപൂരിതമായ പകലും എല്ലാം മങ്ങി ലൈറ്റ് ഇല്ലാതെയാകും. പിന്നെ തിരിച്ചെന്ത് ചെയ്യും? പകലനായിട്ട് മാറും. മനസ്സിലായോ? സോ അതാണ് സൂര്യഗ്രഹണം. മനസ്സിലാക്കണം, ഓർത്ത് വെക്കണം, പഠിച്ചു വെക്കണം. എക്സാം എന്ന് വെച്ചാൽ സെറ്റായിട്ട് എഴുതി കൊടുക്കണം. ഗുഡ് ബൈ.